കൊള്ളാല്ലേ ജൈവന എന്ത് കിടിലം പടം അല്ലേ? നിങ്ങക്കൊക്കെ ഇഷ്ടമാണോ? എന്ത് കിട്ടിലം ഫിലിം അല്ലേ? എന്ത് കിട്ടിലം. എവിടെന്നാ എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു നീ അത് വെട്ടിപ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ ആരാന്നാ? എന്നെ വിളിക്കേ, എൽദോരെ വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നമ്മുടെ പുതിയ പറമ്പിൽ ആദായം എടുക്കാൻ ആരേൽപ്പിച്ചത്? അത് സാബുവിനല്ലായിരുന്നു. സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ എൽദോ, ഒരുമാതിരി മറ്റേ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്ന ആളിയുടെ തന്തയ്ക്ക് പോണോടാ. അവരെ എടാ അത് അതിന്റെ കണ്ടിന്യൂറ്റി കണ്ടാ നിങ്ങള്? അവിടുന്ന് ഒരു അടി ഉണ്ടായി വരുന്നു, അത് വന്ന് ഈ സൈക്കിൾ എന്നിട്ട് ഇവിടുന്ന് അടുത്ത എന്റെ നീ അങ്ങോട്ട് പോവാ. ഞാനല്ല ആ താടിക്കാരനെ. നീ വെറുതെ വെച്ചിട്ട് പോയാ മതി. എന്നിട്ട് കണ്ട പുള്ളിയുടെ അന്നേരം ഉണ്ടായ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അടുത്ത ക്യാരക്ടറുടെ ബാക്കി അടുത്തത് അവിടെ. ഞാൻ പറഞ്ഞു കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേസ്. അതെനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. 50ന്റെ ഐഡിയ പെട്ടെന്ന് റീചാർജ് ചെയ്ത് ഒരു സോഡ ഞാനല്ലേ ആദ്യം വന്നേ. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാ മതി. എന്തോടാ മോട്ടെ? മര്യാദ കൊടുത്താലും പെടാ മൈത്താണ്ടി. ഇല്ല നീ എന്തോണ്ടാക്കടാ? മാറിക്കേട്ടാ. എന്നെ എന്റെ കവലയിലിട്ട് തല്ലിയവൻ ആരായാലും അവന് തിരിച്ചല്ലാതെ മഹേഷ് ബാബുനെ ഇനി ചെരുപ്പിടുകയല്ല. നീ കണ്ടിട്ടുണ്ടോ രഘുല ഈ പടം? ഇല്ലല്ലേ ഇപ്പൊ കണ്ടിട്ട് സൂപ്പറായിട്ട്. ഇപ്പൊ കണ്ടിട്ട് സൂപ്പർ. എത്ര കണ്ടപ്പോ നിനക്ക് സൂപ്പർ ആയിട്ടിരുന്നല്ലേ?